എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ചോറ്റാനിക്കര ദേവീചരിതത്തിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ്റാനിക്കര ദേവിയുടെ മേൽശാന്തിയായിരുന്ന ആയിനിക്കാട് നമ്പൂതിരിയുടെ കഥയിലേക്ക് കടക്കുകയാണ്. ദേവിയുടെ വിഗ്രഹം കണ്ടെത്തിയതും ചോറ്റാനിക്കര ക്ഷേത്രം നിർമ്മിച്ചതും ഏടാട്ട് നമ്പൂതിരിയാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം തന്നെയായിരുന്നു പ്രധാന പൂജാരിയും. അദ്ദേഹത്തിന് ലഭിച്ച മേൽശാന്തി സ്ഥാനം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ കൈക്കൊണ്ടു. എന്നാൽ ദേവിയുടെ കാര്യങ്ങളിലും പൂജാതി കാര്യങ്ങളിലും അവർ വേണ്ടവണ്ണം ശ്രദ്ധിച്ചില്ല. അങ്ങനെ അലസമായ അവരുടെ രീതി തുടർന്നുകൊണ്ടിരുന്ന കാലത്താണ് വടക്കേ മലബാറിലെ അയിനിക്കാട് മനയ്ക്കലെ ഒരു കാരണവർ ദാരിദ്ര്യം സഹിക്കവയ്യാതെ പെൺപുടയ്ക്കുള്ള വക സമ്പാദിക്കുന്നതിനായി യാചനായാത്ര തിരിക്കുകയും ചെയ്തത്. അങ്ങനെ യാത്ര ചെയ്ത് ചോറ്റാനിക്കരയിലും അദ്ദേഹം എത്തിച്ചേർന്നു. അഭീഷ്ടസിദ്ധിക്കായി അദ്ദേഹം അവിടെ മാസങ്ങളോളം ഭജന പാർത്തു. അവിടെ ഭജന കൈക്കൊണ്ട് താമസിച്ചു വന്ന അയിനിക്കാട് നമ്പൂതിരിയോട് അമ്പലത്തിലെ ബ്രാഹ്മണർക്ക് വളരെ ബഹുമാനമായിരുന്നു. അദ്ദേഹം ശുദ്ധമായ ഭക്തിയുടെ ഉടമയായിരുന്നു. നമ്പൂതിരി താൻ യാചനായാത്ര ആരംഭിച്ചതാണെന്നും തന്റെ ഇല്ലത്ത് കൊടുംപട്ടിണിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചു കഴിഞ്ഞിരുന്നു. അതിനു കാരണം ചോറ്റാനിക്കരയിലെ ദേവീ ചൈതന്യം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിക്കുകയും ദേവിയിൽ പൂർണ്ണ മനസ്സോടെ ലയിച്ച് ദേവിയുടെ അത്ഭുത ശക്തി വിശേഷം മനസ്സിലാക്കിയതുമായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേതിച്ചോറ് ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. വയസ്സനായ ഈ നമ്പൂതിരിയുടെ ഭക്തിവിശേഷത്തെക്കുറിച്ച് ബ്രാഹ്മണർക്കിടയിൽ സംസാരമുണ്ടായി. അദ്ദേഹത്തെ പലരും പരിചയപ്പെടുകയും അദ്ദേഹം പലരെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം അന്നത്തെ ഒരു ഉന്നത പ്രഭുവായ പള്ളിപ്പുറത്ത് മനയ്ക്കലെ കാരണവരെ പരിചയപ്പെടാനിടയായി. ഇന്നും ഐശ്വര്യപൂർണമായ രീതിയിൽ തന്നെ നിലകൊള്ളുന്നതും പണ്ടത്തെ പോലെ തന്നെ പരോപകാര തൽപരരുമാണ് പള്ളിപ്പുറത്ത് മനയിലെ ആളുകൾ. ഇവർക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ശാന്തിയോ ഊരാൺമയോ ഇല്ല. എന്നാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ കാര്യങ്ങളിൽ ഇവരുടെ അഭിപ്രായവും സഹായവും എന്നും ഉണ്ടായിട്ടുണ്ട്. ഗ്രാമക്കാർ ചേർന്നാണ് പണ്ട് ഉത്സവങ്ങളും ക്ഷേത്രകാര്യങ്ങളും നടത്തിയിരുന്നതെന്നറിയാമല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഗ്രാമക്കാർ മുഴിപ്പിക്കാതെ മുടക്കിയ പല കാര്യങ്ങളും ഇവർ പുനരാരംഭിക്കുകയും അതിലൂടെ ഉണ്ടായ ദോഷഫലങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചോറ്റാനിക്കരയമ്മയുടെ അനുഗ്രഹം അവർക്ക് എന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പേരും പ്രശസ്തിയും ഇന്ന് നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അയിനിക്കാട്ട് നമ്പൂതിരിയെ പരിചയപ്പെട്ട അന്നത്തെ പള്ളിപ്പുറത്തെ കാരണവർ അദ്ദേഹത്തിൽ നിന്നും വിവരങ്ങളെല്ലാം ഗ്രഹിക്കുകയും ഔദാര്യനിധിയും സമ്പന്നനും ചോറ്റാനിക്കരയമ്മയിൽ അകമഴിഞ്ഞ ഭക്തനുമായിരുന്ന പള്ളിപ്പുറത്ത് നമ്പൂതിരി അയിനിക്കാട്ട് നമ്പൂതിരിയുടെ ദയനീയമായ കുടുംബസ്ഥിതി അറിഞ്ഞ് അയിനിക്കാട്ട് നമ്പൂതിരിക്ക് വസ്തുവും താമസിക്കുവാൻ കെട്ടിടവും നൽകി. ചോറ്റാനിക്കര ദേവിയുടെ അനുഗ്രഹത്താലാണ് തനിക്ക് പള്ളിപ്പുറത്തെ കാരണവരിൽ നിന്നും ഇത്തരമൊരു സഹായം ലഭിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒട്ടും താമസിക്കാതെ തന്നെ അദ്ദേഹം തന്റെ കുടുംബത്തെ ചോറ്റാനിക്കരയിലേക്ക് കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് വടക്ക് വശത്തായി ഒരു കെട്ടിടവും കഴിയാനുള്ള വകകളും പള്ളിപ്പാട്ട് കാരണവർ അയിനിക്കാട് നമ്പൂതിരിക്ക് നൽകി. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തു തന്നെ താമസിക്കാൻ അവസരം ലഭിച്ചതിനാൽ പൂജയും ഭജനയും മറ്റു കർമ്മങ്ങളുമായി അദ്ദേഹം സദാനേരവും ക്ഷേത്രത്തിൽ കഴിച്ചുകൂട്ടി. അദ്ദേഹത്തിന്റെ ഭക്തിപാരവശ്യം നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. മുൻ ശാന്തിക്കാരായിരുന്ന ഏടാട്ടില്ലക്കാർ നാൾക്കുനാൾ വിമുഖരായി തീരുകയും അവർ തീർത്തും അലസരായി തീരുകയും ചെയ്തു. അങ്ങനെ നാളുകൾ കടന്നുപോയപ്പോൾ ശാന്തികർമ്മം ഏൽപ്പിക്കാൻ പിൻതലമുറയില്ലാത്ത അവസ്ഥ ഏടാട്ടില്ലത്തിനുണ്ടായി. യോഗക്കാരും തന്നെ ശാന്തികൃത്യം ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. ഈ അവസരത്തിൽ എല്ലാവരും ചേർന്ന് അയിനിക്കാട്ട് നമ്പൂതിരിയെ ശാന്തിക്കാരനായി നിയമിച്ചു. ആണ്ടുതോറും ഭഗവത് സേവ നടത്തണമെന്നും തീരുമാനിച്ചു. അന്നേ ദിവസം ക്ഷേത്രത്തിലെ കണക്കുകൾ യോഗത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നും തീരുമാനിക്കപ്പെട്ടു. അതിഭക്തനും ക്ഷേത്രകാര്യങ്ങളിൽ അത്യധികം ശ്രദ്ധാലുവുമായ അയിനിക്കാടിന്റെ പൂജാതി കർമ്മങ്ങളിൽ ദേവി അത്യധികം സന്തുഷ്ടയായി തീർന്നു. ദേവി ഭക്തന്മാരിൽ വീണ്ടും പ്രസാദിക്കാൻ തുടങ്ങുകയും ദേവീ ചൈതന്യം അയിനിക്കാടിന്റെ മന്ത്രജപത്തിൽ കൂടുതൽ പ്രശോഭിക്കുകയും ചെയ്തു. അധികം താമസിക്കാതെ ദേവീ ചൈതന്യം നാട്ടിലൊക്കെ പരന്നു. അന്യരാജ്യങ്ങളിൽ പോലും ദേവിയുടെ പ്രശസ്തി വ്യാപിച്ചതോടെ അവിടെ നിന്നും കൂട്ടം കൂട്ടമായി ആളുകൾ വന്നെത്താൻ തുടങ്ങി. അയിനിക്കാടിന്റെ ദേഹവിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ക്ഷേത്രഭരണവും ശാന്തിയും ഏറ്റെടുത്തു. അയിനിക്കാട്ട് കാരണവരെ പോലെ തന്നെ സത്യസന്ധരും ഭക്തരും പൂജാതി കർമ്മങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളുമായിരുന്നു തുടർന്ന് വന്നവരെല്ലാം തന്നെ. അങ്ങനെ കാലം കടന്നുപോയി. ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചു. ഒപ്പം ഭക്തന്മാരുടെ തിരക്കും വർദ്ധിച്ചു. ആ ഇടയ്ക്ക് ക്ഷേത്രകാര്യങ്ങളിൽ ഏറ്റെടുത്ത അയിനിക്കാട്ടെ പിന്തുടർച്ചക്കാരനായ നമ്പൂതിരി അതീവ ഭക്തനും ദേവിയുടെ ദിനചര്യകളിൽ മുഴുകി എല്ലാം മറന്നു കഴിയുന്ന പ്രകൃതക്കാരനുമായിരുന്നു. അദ്ദേഹത്തിന് ദേവിയുടെ കാര്യം മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. സ്വന്തമില്ലാത്ത കാര്യങ്ങൾ പോലും അദ്ദേഹം നേരാവണ്ണം നോക്കി നടത്തിയിരുന്നില്ല. അദ്ദേഹത്തിന് ജപത്തിനും പൂജയ്ക്കും മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ കണക്കുകളൊന്നും ശരിപ്പെടുത്താൻ അദ്ദേഹത്തിന് സമയം കിട്ടിയിരുന്നില്ല. ക്ഷേത്രത്തിലെ വരവ് ചെലവുകളിലൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാത്തതിനാൽ ക്ഷേത്രത്തിലെ മറ്റംഗങ്ങൾ ഇത് മുതലെടുത്ത് ക്ഷേത്രവകകൾ സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിച്ചു. അതൊന്നും പൂജ മാത്രം ജീവിതവ്രതമായി എടുത്ത ആ സാധു നമ്പൂതിരി അറിഞ്ഞിരുന്നില്ല. ക്ഷേത്രത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തികൾ അറിയുകയും അവർ കൂട്ടത്തോടെ ക്ഷേത്രത്തിലെത്തി ആയിനിക്കാട് നമ്പൂതിരിയോട് ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്ക് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ തിരുമേനി തനിക്ക് കണക്കൊന്നും അറിയില്ലെന്നും എല്ലാം ദേവിക്കറിയാമെന്ന മറുപടി യോഗക്കാരെ ക്ഷുഭിതരാക്കുകയും ചിന്താകുലരാക്കുകയും ചെയ്തു. ഇങ്ങനെ ക്ഷേത്രത്തിലെ മുതലിന് കണക്കില്ലാതെ വന്നാൽ ക്ഷേത്രം ക്രമേണ നശിച്ച് ദേവീകോപത്താൽ നാട് മുടിഞ്ഞു പോകുമെന്ന് അവർ ഭയന്നു. അവർ ആയിനിക്കാട്ട് നമ്പൂതിരിയെ ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നത് വിലക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ഒരശരീരിയുണ്ടായി. അതിങ്ങനെയായിരുന്നു: യോഗക്കാരുടെ കണക്കിനേക്കാൾ ആയിനിക്കാടിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം. യോഗക്കാർ ഇത് കേട്ട് അത്ഭുതപ്പെടുകയും ആയിനിക്കാട് തിരുമയോട് ക്ഷമായാചന നടത്തുകയും ചെയ്തു. കൂടാതെ ക്ഷേത്രത്തിന്റെ പൂർണ്ണ അവകാശം ആയിനിക്കാട് മനയ്ക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ആയിനിക്കാട്ടു മനക്കാർ ക്ഷേത്രത്തിലെ ഊരാൺമക്കാരായി തീർന്നു. ഏടാട്ടില്ലത്തെ പിൻതലമുറക്കാരായ മേൽശാന്തിമാർ അലസന്മാരായിരുന്നുവെന്നും അവർക്ക് ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമില്ലാതാവുകയും ചെയ്തുവെന്നും മുമ്പ് പറഞ്ഞിരുന്നല്ലോ. പിൻഗാമികൾ ഇല്ലാണ്ടായ ഏടാട്ടില്ലത്തെ സ്വത്തുക്കൾ പള്ളിപ്പുറത്ത് മനയുമായി ലയിച്ചു. പള്ളിപ്പുറത്തുകാർ സത്യസന്ധരും പരസഹായികളുമായിരുന്നു. ക്ഷേത്രകാര്യങ്ങളിൽ അവർ നേരിട്ടിടപെട്ടിരുന്നില്ലെങ്കിലും എല്ലാത്തിനും ഒരു മേലന്വേഷണം അവർ നടത്തിയിരുന്നു. അവരുടെ മേലന്വേഷണത്തിലും ആയിനിക്കാട്ട് നമ്പൂതിരിമാരുടെ ഭക്തിയിലും ഭരണത്തിലും ഏരൂർ പുലിയന്നൂർ ഇലക്കാരുടെ താന്ത്രിക വിദ്യയിലും ചോറ്റാനിക്കര ദേവി ക്ഷേത്രം ഒന്നിനൊന്ന് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ദേവിയുടെ ചൈതന്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നു ചേർന്നിരുന്നു. അങ്ങനെ അമ്പലം ഒന്നിനൊന്ന് അഭിവൃദ്ധിപ്പെട്ടു. 1063 ശേഷം അധികാരത്തിൽ വന്ന ആയിനിക്കാട്ടെ ഒരു നമ്പൂതിരി നിത്യരോഗിയും കാര്യശേഷി ഇല്ലാത്തവനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ട് ക്ഷേത്രകാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്താൻ കഴിയാതെയായി. സ്വാർത്ഥമോഹികളായ ഭരണക്കാർ ഇതൊരവസരമായി എടുക്കുകയും ക്ഷേത്ര സ്വത്തുക്കൾ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്തു. ഇതിനൊരവസാനം ഉണ്ടാകുന്നതിന് വേണ്ടി അന്നത്തെ ആയിനിക്കാട്ടെ അന്തർജനം നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയും ഭരണകാര്യങ്ങളെ സഹായിക്കുന്നതിനായി കൊച്ചി ഗവൺമെന്റിൽ അപേക്ഷ നൽകുകയും ചെയ്തു. അന്തർജനത്തിന്റെ അപേക്ഷ കൊച്ചി സർക്കാർ സ്വീകരിക്കുകയും അങ്ങനെ 1065 കൊച്ചി ഗവൺമെന്റ് ക്ഷേത്രത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. പെരിങ്ങോട്ടുള്ളി പരമേശ്വരൻ നമ്പൂതിരി എന്നൊരാൾക്ക് ആയിനിക്കാട്ട് സ്വത്തുക്കൾ സർവ്വസദാനമായി 1976 ലഭിച്ചു. അയാൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിൽ അപേക്ഷിക്കുകയും അങ്ങനെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഭരണവും പൂജാതി കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് വിട്ടുകിട്ടുകയും ചെയ്തു. എന്നാൽ ഈ രീതി പിന്തുടർന്നു പോകാൻ സാധിച്ചില്ല. ആയിനിക്കാട്ടിലെത്തിയ അന്തർജനത്തിന്റെ മരണത്തെ തുടർന്ന് സ്വത്തുക്കൾ അവകാശികളില്ലാതായി തീരുകയും വസ്തുക്കളും ക്ഷേത്രവും ഗവൺമെന്റ് കയ്യേറുകയും ചെയ്തു. നീതിന്യായ കോടതി മുഖാന്തരം ഗവൺമെന്റ് തങ്ങളുടെ അവകാശം നേടിയെടുക്കുകയും ചോറ്റാനിക്കര ക്ഷേത്രം പൂർണ്ണമായി സർക്കാർ അധീനതയിൽ ആയിത്തീരുകയും ചെയ്തു. സർക്കാർ ക്ഷേത്രവും ക്ഷേത്രഭരണവും ഏറ്റെടുത്തതിനു ശേഷം ധാരാളം പരിഷ്കാരങ്ങൾ അമ്പലത്തിൽ നടപ്പിൽ വരുത്തി. അങ്ങനെ ആധുനിക പരിഷ്കാരങ്ങളും സൗകര്യങ്ങളും ക്ഷേത്രത്തിന് കൈവന്നു. മാത്രമല്ല, അന്നത്തെ കൊച്ചി രാജകുടുംബത്തിന് ചോറ്റാനിക്കര അമ്മയോട് പ്രത്യേകം ആഭിമുഖ്യമുണ്ടായിരുന്നതിനാൽ അവർ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശ്രമിക്കുകയും അത് ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്തു. നാലമ്പലം, മണ്ഡപം എന്നിവ പുതിയതായി പണി കഴിപ്പിച്ചതും അമ്പലം ചെമ്പിടുവിപ്പിച്ചതും മറ്റും കൊച്ചി രാജാക്കന്മാരായിരുന്നു. അവർ ചോറ്റാനിക്കര ദേവിയെ തങ്ങളുടെ കുടുംബദേവതയായി കണ്ട് ആരാധിച്ചിരുന്നു. ഇങ്ങനെ പല പല ഭക്തന്മാരുടെ പരിശ്രമ ഫലമായാണ് ഇന്ന് നാം കാണുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രം ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിന്റെ വളർച്ചയുടെ ചെറിയൊരു വിവരണം മാത്രം നൽകുവാനേ ഇതിൽ സാധിച്ചിട്ടുള്ളൂ. എന്നാലും ഏറെക്കുറെ പരാമർശിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദേവിയുടെ അനുഗ്രഹാശിസ്സും അമ്മയുടെ ഭക്തന്മാരുടെ അകമഴിഞ്ഞ അധ്വാനവുമാണ് ഇന്ന് നാം കാണുന്ന ചോറ്റാനിക്കര ദേവീക്ഷേത്രം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ചോറ്റാനിക്കരയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.